സോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ എൻ്റെ വകയാണ്. നമ്മളാണെങ്കിൽ ഈ മാസം ആദ്യം സ്ലോവാക്യയിലെ ബ്രാറ്റിസ്ലാവ എന്ന് പറഞ്ഞ സിറ്റിയിൽ പോയായിരുന്നു. ആ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ ഇരിക്കുകയാണ്. പേളിമണി അവിടെ സ്ലോവാക്യയിൽ ബ്രാറ്റിസ്ലാവയിൽ പോയ വീഡിയോസ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മൾ ഒരേ സമയത്തായിരിക്കും അവിടെ പോയിരുന്നത്. എനിക്കാണ് പേളിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരേ സമയത്ത് ചെന്നിട്ട് ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഐ വാസ് ലൈക്ക് വെരി ഹാപ്പി. ഇവിടെ വന്നിട്ട് എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ പോയ അതേ സ്ഥലത്തൂടെയൊക്കെയാണ് വെളിയിൽ പോകുന്ന വീഡിയോയിൽ കാണുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോയുടെ പുറകെ നിൽക്കാനാണ് ഇഷ്ടം. എനിക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന ക്യാമറയുടെ മുമ്പിലൊക്കെ വരുന്നത് സംസാരിക്കുന്ന ഒന്നും എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഈ ഇൻട്രൊഡക്ഷൻ മാത്രം ഇത്ര ലോങ് ആയിട്ട് പോണത്. എല്ലാവരും വീഡിയോ കാണുക. സ്ലോവാക്യയിലെ ബ്രാറ്റിസ്ലാവ. നമ്മൾ യാത്ര പുറപ്പെടുന്നത് ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിലെ നുഗാട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ഇപ്പോൾ സമയം ഏകദേശം രാവിലെ 10 മണിയായി. ഇവിടെ നിന്നും ട്രെയിന് ഏകദേശം 2.5 മണിക്കൂറോളം 162 കിലോമീറ്റർ യാത്ര ചെയ്താണ് നമുക്ക് ബ്രാറ്റിസ്ലാവയിൽ എത്തേണ്ടത്. ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ച് പ്രയാസപ്പെട്ടു. റെയിൽവേ സ്റ്റേഷന് വെളിയിലായിട്ടൊരു നീല ക്യാബിൻ പോലൊരു സംഭവത്തിലായിരുന്നു ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നത്. ഹംഗറി, സ്ലോവാക്യയൊക്കെ അയൽരാജ്യങ്ങളായതുകൊണ്ട് തന്നെ ഹംഗറി വിസിറ്റ് ചെയ്യുന്നവർക്ക് ഇതുപോലെ വൺ ഡേ ട്രിപ്പായിട്ട് സ്ലോവാക്യയിലും പോയി വരാം. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് പുതിയൊരു രാജ്യം കാണാൻ കഴിയും. ഈ ട്രെയിനിലെ കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏരിയയിലാണ് ഞങ്ങൾ ഇരുന്നിരുന്നത്. അതുകൊണ്ട് ടേബിളിലൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ പാകത്തിന് ചെറിയ പസിൽസും ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല വലതുഭാഗത്തായി കുറച്ച് സ്ഥലം കുട്ടികൾക്ക് ഇരിക്കാനും കാർട്ടൂൺ കാണാനും പാകത്തിന് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമായാണ് ട്രെയിനിൽ ഇങ്ങനെ ഒരു സംവിധാനം കാണുന്നത്. ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുമ്പോൾ മഴ പെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും കാണുന്നുണ്ടായിരുന്നു. നമ്മൾ കയറിയിരിക്കുന്ന ഈ ട്രെയിൻ ഹംഗറിയിൽ നിന്ന് സ്ലോവാക്യ വഴി ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് പോകുന്ന ട്രെയിനാണ്. ഹംഗറിയുടെയും സ്ലോവാക്യയുടെയും കൃഷിയിടങ്ങളിലൂടെയായിരുന്നു ട്രെയിൻ കുറെ നേരം പോയിക്കൊണ്ടിരുന്നത്. ഒരുപാട് കിലോമീറ്ററുകളോളം സൂര്യകാന്തി കൃഷിയും ഗോതമ്പ് പാടങ്ങളും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ നമ്മുടെ ട്രെയിൻ സ്ലോവാക്യയുടെ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചെറിയ പട്ടണമാണ്. ഭീമാകാരമായ കെട്ടിടങ്ങളൊന്നും ഇവിടെ കാണാനില്ല. നമ്മൾ സ്ലോവാക്യയിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഒരു 1 ഡേ പാസ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഒരു ദിവസം ബ്രാറ്റിസ്ലാവ മുഴുവൻ കറങ്ങാൻ ഒരാൾക്ക് 5 യൂറോ ആവുന്നുള്ളൂ. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ ചീപ്പായി ഞങ്ങൾക്ക് തോന്നി. സിറ്റി സെന്ററിലേക്ക് പോകാനായി ബസ്സും ട്രാമും എല്ലാം ഇവിടെ ലഭ്യമാണ്. നമ്മൾക്ക് സമയപരിമിതി ഉള്ളതിനാൽ നമ്മൾ ട്രാമിലാണ് വേഗം പോയത്. റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് ട്രാം സ്റ്റേഷനും ഉള്ളത്. ഇതൊരു രാജ്യത്തിന്റെ തലസ്ഥാനമാണോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയം തോന്നി. കാരണം ഇവിടെ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. ട്രാം സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ആണ് സിറ്റി സെന്ററിലേക്കുള്ളത്. ഈ ട്രാമിൽ പോയാൽ നമുക്ക് അവിടേക്ക് 10 മിനിറ്റ് കൊണ്ട് എത്താം. സ്ലോവാക്യ മധ്യ യൂറോപ്പിലെ ഒരു രാജ്യമാണ്. ഇവിടുത്തെ ജനസംഖ്യ ഏകദേശം 54,50,000 ആണ്. സ്ലോവാക്യയിലെ സംസാര ഭാഷ സ്ലോവാക്കാണ്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെ തന്നെ യൂറോ തന്നെയാണ് ഇവിടത്തെയും കറൻസി. ഇപ്പൊ നമ്മൾ സിറ്റി സെന്റർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2:30 സിറ്റി സെന്റർ എത്തിയപ്പോൾ. റെയിൽവേ സ്റ്റേഷനിലെ പോലെ തന്നെ ഇവിടെയും ആൾക്കാരൊന്നും അധികം ഉണ്ടായിരുന്നില്ല. Look at this noodle shop. പുരാതന രീതിയിലുള്ള മനോഹരമായ കെട്ടിടങ്ങൾ, കല്ലുപാകിയ തെരുവീതികൾ ഒക്കെയാണ് ബ്രാറ്റിസ്ലാവയുടെ പ്രത്യേകതകൾ. ആ സ്ട്രീറ്റിൽ ഒരുപാട് പ്രതിമകൾ ഉണ്ടെങ്കിലും കുമിൽ എന്ന് പറയുന്ന ഈ പ്രതിമ വളരെ രസകരമായിരുന്നു. ഒരു തൊഴിലാളി ഡ്രെയിനേജിൽ നിന്ന് സ്ട്രീറ്റിലേക്ക് കിടക്കുന്ന പോലെയായിരുന്നു അത് പണിതിരുന്നത്. ബ്രാറ്റിസ്ലാവ സന്ദർശിക്കുന്നവർ പ്രധാനമായും കണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണിത്. അവിടെ നിന്നും നമ്മളിപ്പോൾ ബ്രാറ്റിസ്ലാവ പാലസ് കാണാനായിട്ട് വന്നിരിക്കുകയാണിപ്പോൾ. ഇങ്ങനെ കൊട്ടാരത്തിന്റെ ചുറ്റുമതിലിന്റെ മുകളിൽ നിന്നാൽ ആ പട്ടണത്തിന്റെ പൂർണ്ണമായുള്ള കാഴ്ച കാണാൻ സാധിക്കും. ഡാനൂബ് നദിയും അതിന്റെ തീരത്തെ മനോഹരമായ വെള്ളപൂശിയ വീടുകളും മോസ്റ്റ് SNP എന്ന പ്രശസ്തമായ പാലവും അതിന്റെ മുകളിലെ ഒബ്സർവേറ്ററി ഡെക്കും കാണാം.
കൊട്ടാരത്തിന്റെ ചുറ്റുമതിലിനുള്ളിൽ കയറുമ്പോൾ തന്നെ പാലസിന്റെ പൂർണ്ണമായൊരു രൂപം അവിടെ കൊടുത്തിട്ടുണ്ട്. പാലസിന്റെ ചുറ്റുമതിലിനുള്ളിൽ കയറിയാലുള്ള കാഴ്ച ഇതാണ്. നടക്കാനുള്ള വഴികളും പുൽമേടുകളും ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. മറ്റെല്ലാ കൊട്ടാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ കൊട്ടാരത്തിന് 4 മൂലയിലും 4 വലിയ ഗോപുരങ്ങളുണ്ട്. അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു വിശേഷണവും ഈ കൊട്ടാരത്തിനുണ്ട്. കമഴ്ത്തി വെച്ച മേശ പോലെയാണ് കൊട്ടാരം എന്നാണ് പറയാറ്. കൊട്ടാരത്തിന് മുൻപിലായി ഡാന്യൂബ് നദിയുടെ മനോഹരമായ കാഴ്ചയാണെങ്കിൽ കൊട്ടാരത്തിന് പിന്നിലായിട്ട് വളരെയധികം ഭംഗിയുള്ള വെൽ മെയിൻറ്റെയിൻ ആയിട്ടുള്ള ഒരു പൂന്തോട്ടമുണ്ട്. പാലസിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ പാലസ് കാണാനായിട്ട് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് ഒരു ഹിസ്റ്റോറിക്കൽ മ്യൂസിയം ആണ് പ്രവർത്തിക്കുന്നത്. ഈ കൊട്ടാരത്തിന്റെ 4 മൂലയിലും 4 ഗോപുരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എവിടെ നിന്ന് നോക്കിയാലും ഇതിന് നല്ല ഭംഗിയാണ്. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഞങ്ങൾ ഈ രാജ്യത്തുണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾക്ക് ഉടൻ തന്നെ അടുത്ത ട്രെയിനിൽ തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. രാത്രി 8 മണിക്കാണ് നമ്മൾ സ്ലോവാക്കിയിൽ നിന്ന് ബുഡാപെസ്റ്റിലേക്ക് മടങ്ങുന്നത്. സമ്മർ ആയതുകൊണ്ട് തന്നെ ഈ നേരത്ത് ഇവിടെ ഇരുട്ടിയിട്ടില്ല. അങ്ങനെ സ്ലോവാക്കിയ എന്ന പുതിയ രാജ്യത്തിന്റെ മനോഹരമായ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച് എവ്രിവൺ ഫോർ വാച്ചിങ് ദ വീഡിയോ. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.